ഹലോ ഗായ്സ്, ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ട്രിപ്പാണ് കേട്ടോ. എവിടേക്കാണെന്നറിയോ? അതിരപ്പള്ളിയിലേക്ക്. ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഒരു ട്രിപ്പ് എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടേക്കും പോവാം, എവിടെ വേണമെങ്കിലും സെലക്ട് ചെയ്തോന്ന് പറഞ്ഞു. അപ്പം നെറ്റ് ചെറുതായതുകൊണ്ട് നമുക്ക് കുറേ ദൂരത്തേക്ക് എങ്ങും പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി നോക്കി കണ്ടുപിടിച്ചു അതിരപ്പള്ളിക്ക് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ചേട്ടനും നിച്ചുമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഇതിനു മുമ്പ് അതിരപ്പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. മാരേജിന് മുമ്പാണ് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ടാണ് അതിരപ്പള്ളിയിലേക്ക് പോണത്. അപ്പോൾ എനിക്ക് ആകെയുള്ളൊരു ഡിമാൻഡ് നേച്ചർ ബ്യൂട്ടി ഉള്ള സ്ഥലമായിരിക്കണം, വാട്ടർ വേണം. നമ്മൾ രാവിലേക്ക് ഇങ്ങനെ എഴുന്നേറ്റിരിക്കുമ്പോൾ നമുക്കൊരു പീസ്ഫുൾ മൈൻഡ് കിട്ടണം എന്നൊക്കെയായിരുന്നു എൻ്റെ കണ്ടീഷൻസ്. അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ അതിരപ്പള്ളി നമുക്കുള്ളൂ ഓപ്ഷൻ. നമുക്ക് അടുത്താണ്. ഞങ്ങൾ രാവിലെ ഇറങ്ങി ഒരു 10 മണിയൊക്കെ ആയപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ ഒരു ഉച്ചയോട് എത്തി. നമുക്ക് നിശ്ചയമുള്ളതുകൊണ്ട് അധികം സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആൾക്ക് ഫീഡ് ചെയ്യണതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് കാർ നിർത്തി അങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്നൊരു 1.5-2 മണിക്കൂറേ നമുക്ക് അതിരപ്പള്ളിയിലേക്ക് ഉള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നിച്ചുവിന് വാശിയായിട്ടോ. അങ്ങനെ പിന്നെ അവളെ ബാക്കിലേക്ക് ആക്കി. ഞാനും ബാക്കിലിരുന്ന് അവളെ തലോണയിൽ ആട്ടി ഉറക്കി. അവൾ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. നല്ല വാശിയുണ്ടായിരുന്നു, നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അവൾക്ക്. അങ്ങനെ ഞങ്ങളൊരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ എത്തി. നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് റിവർ വ്യൂ ഉള്ള റൂമാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ സ്റ്റെർലിംഗ് എന്ന് പറയുന്ന റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിരപ്പള്ളിയിൽ നിന്നുള്ള വാട്ടർഫോൾ കാണാനും പറ്റും. അതിൻ്റെ ഒരു റിവർ വ്യൂ ഉള്ള റൂമും ആണ്. അപ്പോൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ട്. സാധാ റൂമിന് വെച്ച് നോക്കുമ്പോൾ ഇത്തിരി ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള റൂമാണ് നമുക്ക് എടുത്തിരുന്നത്. പിന്നെ അവിടെ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു റൂമിലേക്ക് പോണയ്ക്ക് മുമ്പ്. അപ്പോൾ ഇനി ഞാനും ചേട്ടനും അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, ഞാനും നിശ്ചയമായിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ റൂമിലേക്ക് പോയി. നല്ല സർവീസായിരുന്നു കേട്ടോ. നമുക്ക് കാറ് അവിടുത്തെ ഡ്രൈവേഴ്സിനെ ഏൽപ്പിച്ചാൽ ഫ്രണ്ടിൽ ചേട്ടന്മാരുണ്ടാവും, അവരെ ഏൽപ്പിച്ച് അവർ നമുക്ക് അവിടെ പാർക്കിംഗ് ഒക്കെ ചെയ്തോളും. പിന്നെ നമ്മളെ റൂമിലേക്കൊക്കെ നല്ല സർവീസായിരുന്നു. അവർ നമുക്ക് വേണ്ടതൊക്കെ എല്ലാം നമുക്ക് സജ്ജീകരണങ്ങളും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കുട്ടി ഉള്ളതുകൊണ്ട് തന്നെ അവളുടെ ഫുഡും കാര്യങ്ങളും വരെയും അവർ നമുക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്തിരുന്നു. പിന്നെ ചേട്ടൻ റൂമിലേക്കുള്ള വ്യൂ എങ്ങനെയാണ് നമ്മുടെ റൂം ഒക്കെ കാണിച്ചു തരുന്നു. നല്ല എക്സലൻറ്റ് റൂമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ സ്പെൻഡ് ചെയ്യാൻ തന്നെ നല്ല രസമായിരുന്നു. നിച്ചു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നിച്ചു എന്തൊക്കെയാണ് അവിടെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അവൾക്ക് കുറച്ച് വാശിയുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമുണ്ടായില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റി. ബാത്തപ്പൊക്കെ ഉണ്ടായിരുന്നു റൂമിൽ തന്നെ. പിന്നെ ഇവിടെ നല്ല വ്യൂ ആയിരുന്നു. അവിടെ നിന്ന് അതിരപ്പള്ളിയിൽ നിന്ന് വരുന്ന വാട്ടറാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ മുകളിലേക്ക് പോകാനുണ്ട്. മുകളിൽ ചേട്ടൻ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിരപ്പള്ളിയിലെ വ്യൂ കാണാൻ പറ്റും, വാട്ടർഫോൾസ് കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഞാനും ചേട്ടനും മുകളിൽ പോയി. മുകളിലൊരു കോമൺ പൂളുണ്ട്, സ്വിമ്മിങ് പൂളുണ്ട്. പക്ഷെ കോമൺ ആയതുകൊണ്ട് തന്നെ എനിക്കതിൽ ഇറങ്ങി കുളിക്കാൻ പറ്റിയില്ല. എനിക്ക് കുളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഇതാണ് വാട്ടർഫോൾ, അതിരപ്പള്ളിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇത്തിരി സൂം ചെയ്ത്, അത്ര അടുത്ത് ക്ലോസ് അല്ല, നമ്മൾ ഇത്ര ഒന്ന് സൂം ചെയ്താണ് എടുത്തിരുന്നത്. ഇത്ര വ്യൂ ഉണ്ട്. അത് ഞങ്ങൾ ഫ്രണ്ടിലത്തെ ആ വാട്ടറിൽ പോയി ഒന്ന് കാലക്കിട്ട് നനച്ച് കളിക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇറങ്ങി. സ്വിമ്മിങ് പൂൾ കോമൺ ആയതുകൊണ്ട് തന്നെ അതിൽ ഇറങ്ങാൻ പറ്റില്ല. ഓൾറെഡി സ്വിമ്മിങ് പൂളിൽ കുറച്ച് ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഇറങ്ങി കളിക്കാൻ എനിക്കൊരു മടിയുണ്ട്. നിച്ചുള്ളതുകൊണ്ട് തന്നെ ചേട്ടന് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഒരാൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ചേട്ടൻ അങ്ങനെ പൂളിൽ ഇറങ്ങി കളിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല. അപ്പോൾ എനിക്കാണ് ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളത്. വാട്ടർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബീച്ച്, വാട്ടർ വെറുതെ കണ്ടാൽ പോരെ, കളിക്കണം, അതിലിറങ്ങി കളിക്കണം, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ അത് കാലൊക്കെ കളിച്ചു. ചേട്ടൻ അങ്ങനെ താല്പര്യമൊന്നുമില്ല കേട്ടോ. ചേട്ടൻ നിച്ചുവിനെയും കൊണ്ട് ഇങ്ങനെ അവിടെ നിന്നു. എനിക്ക് ഫോൺ തന്നിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കളിക്കുകയാണിത്. അതിരപ്പള്ളിയിൽ നിന്ന് തന്നെ വാട്ടർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അതൊരു റിവർ പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങോട്ടാണ് പോണേന്നൊന്നും എനിക്കറിയില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ കാലൊക്കെ കളിച്ചു. പീസ്ഫുൾ മൈൻഡാണ് കേട്ടോ. അവിടെ വേറെ ആരും ഉണ്ടായില്ല, നമ്മൾ മാത്രമേ ഉണ്ടായുള്ളൂ. ഈ വ്യൂ ആണ് നമുക്ക് മുകളിൽ നിന്ന് നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ. നല്ല രസമായിരുന്നു. അവിടെ കുറേ നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഒരു ഈവനിങ് ഫുൾ അവിടെ ഞങ്ങൾ ഇരുന്നു. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയി. രാത്രി ആയപ്പോഴേക്കും നിച്ചുവിന് വാശിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് റൂമിലേക്കായിരുന്നു കേട്ടോ ഡിന്നർ കൊണ്ടു തന്നത്. പിന്നെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങി. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ നിച്ചമ്മ കരഞ്ഞെഴുന്നേൽപ്പിച്ചു. രാവിലെ എഴുന്നേറ്റുകൊണ്ട് നമുക്ക് ആ വ്യൂ മിസ്സായില്ല. മോർണിംഗ് വ്യൂ നല്ല അടിപൊളി മോർണിംഗ് വ്യൂ ആയിരുന്നു.
എന്നിട്ട് ഞാനും നിച്ചും കൂടി ആ ഫ്രണ്ടിൽ പോയി മോർണിംഗ് വ്യൂ ഒക്കെ കണ്ടു. ഭയങ്കര രസം എന്ന് വെച്ചാൽ ക്ലൈമറ്റും ആ ഒരു റിവറിൻ്റെ സൗണ്ടും കിളികളുടെ സൗണ്ടും ആ മോർണിംഗിലൊരു വൈബ് ഉണ്ടല്ലോ, അത് നന്നായി കിട്ടുന്നുണ്ടായിരുന്നു. ആ സണ്ണിനെ നോക്കി നിൽക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര മൈൻഡൊക്കെ ഭയങ്കര റീഫ്രഷ് ആയ പോലെ. അവിടുത്തെ മോർണിംഗിൽ കാറ്റുണ്ടായിരുന്നു, വളരെ നമ്മൾ ഭയങ്കര കൂളായിപ്പോവും. മൈൻഡായാലും ബോഡി ആയാലും ഭയങ്കര രസമാണ്. അവിടെ ഉറങ്ങാൻ നല്ല രസമാണ്. അതുകൊണ്ട് ചേട്ടനെ എഴുന്നേറ്റിട്ടില്ല, ഞാനാണ് ഈ വീഡിയോസ് മൊത്തം എടുക്കുന്നത് കേട്ടോ, മോർണിംഗ് വീഡിയോസ്. അതിന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ചേട്ടൻ എഴുന്നേൽക്കുന്നത്. അതിന് ഞാനും നിച്ചു അവിടെ പോയി കുറേ നേരം ഇരുന്നു. എന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോഴും നമ്മൾ റൂമിലേക്ക് തന്നെയാണ് കേട്ടോ വരുത്തുന്നത്. കാരണം നിച്ചു അവിടെ പോയി ഫുഡ് കഴിക്കുമോ എന്നുള്ള കാര്യം, നമ്മളെക്കൊണ്ട് കഴിപ്പിക്കുമോ എന്നുള്ള കാര്യം ഡൗട്ടായതുകൊണ്ട് ഞങ്ങൾ റൂമിലേക്ക് തന്നെയാണ് രാത്രിയിലത്തെ പോലെ തന്നെ ഫുഡ് വരുത്തിയത്. നിച്ചുവിനെ കൊണ്ട് അവിടെ പോയി ഇരുന്ന് കഴിക്കാനുള്ള പറ്റിയില്ല. പക്ഷെ എനിക്കത് മിസ്സായി. കാരണം ഈ ഒരു വൈബിൽ റിവർ ഫ്രണ്ടേജുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ നല്ല രസമായിരിക്കും. അത് മിസ്സായിപ്പോയി. പിന്നെ നിച്ചുവിനെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ആ വൈബിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരുന്നു. ആ സണ്ണ് ആ റിവറിലേക്ക് ഇങ്ങനെ ഒരു യെല്ലോയിഷ് പോലെ കാണുന്നതും മൈൻഡൊക്കെ ഇങ്ങനെ റീഫ്രഷായി പീസ്ഫുള്ളായി കുറേ നേരം അവിടെ ഇങ്ങനെ തന്നെ ഇരിക്കാൻ എനിക്ക് തോന്നിയിട്ടു. പിന്നെ ഞാൻ ചേട്ടൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. അത് കഴിഞ്ഞപ്പോഴാണ് വിചാരിച്ചത് നമുക്ക് അതിരപ്പള്ളി കാണാൻ പോകണ്ടേ വാട്ടർഫോൾസ്. അത് പിന്നെ ചേട്ടനെ എഴുന്നേൽപ്പിച്ചു. ചേട്ടൻ്റെ ആ ഒരു യെല്ലോയിഷ് ആ സണ്ണടിച്ചിട്ട് എന്ത് രസമല്ലേ, അങ്ങനെ കിടന്നുറങ്ങാൻ നല്ല രസമുണ്ട് അവിടെ. ഞങ്ങൾ പിന്നെ അതിരപ്പള്ളിയിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റൂമിലേക്ക് വരുത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് പോവാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എല്ലാം ഒന്നിനൊന്നും മെച്ചമുള്ള ഫുഡായിരുന്നു. അവിടുത്തെ സർവീസ് പോലെ തന്നെ ഫുഡും നല്ല സൂപ്പറായിരുന്നു. ഇത് മൊത്തം ഞങ്ങൾ കഴിച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു. എന്ത് സ്പെഷ്യലാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എല്ലാത്തിനും നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റെഡിയായി അതിരപ്പള്ളിയിലേക്ക് പുറപ്പെട്ടു ഗൈസ്. ഇത് പോണ വഴിക്ക് ഞാൻ എടുത്ത വീഡിയോ ആണ്. പിന്നെ നിച്ചുവിനെയും കൊണ്ട് ഇങ്ങനെ കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കയറി പോണത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചേട്ടന് കൊടുത്തു. കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന് അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോയത്. പിന്നെ അവിടെ ചെന്ന് വാട്ടർഫോൾസ് കണ്ടു. നല്ല സൂപ്പറായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ഒരു എയർ വരും, ഇങ്ങനെ വാട്ടർ ഇങ്ങനെ തെറിക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു. ആ സണ്ണിങ്ങനെ നിൽക്കണതാണ് എന്ത് രസമായിരുന്നു. എനിക്ക് അവിടെ ചെന്നിട്ട് ഈ ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് നാളിങ്ങനെ പുറത്തെങ്ങും പോവാതെ ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഞാൻ ചേട്ടനോട് പറഞ്ഞിരുന്നു എനിക്ക് എവിടേക്കിലേക്കും പോകണം ചേട്ടൻ വരുമ്പോൾ. കാരണം നിച്ചുവിനെ നോക്കി ലാക്ക് ഓഫ് സ്ലീപ്പ് ഒന്നും ചെയ്യാനില്ല, ആരുമില്ല. ഒറ്റയ്ക്ക് ഈ കുട്ടീനെ ഹാൻഡിൽ ചെയ്ത് ആ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോഴൊരു ഡിപ്രഷൻ ഉണ്ടല്ലോ, ആ സ്റ്റേജ് ഞാൻ എന്താണെന്ന് അറിഞ്ഞു. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ എനിക്ക് വന്നപ്പോഴാണ് എത്രത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയത്. ഞാൻ ചേട്ടനോട് പറഞ്ഞുള്ളൂ എനിക്ക് ചേട്ടൻ വരുമ്പോൾ എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം, എനിക്കിങ്ങനെ നേച്ചർ ബ്യൂട്ടി ആയിട്ട് ഇങ്ങനെ പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു വരുമ്പോൾ നമുക്ക് പോവാം എന്ന് പറഞ്ഞു. എവിടെയാണെന്ന് വെച്ചാൽ നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നിച്ചുവിനെ കൊണ്ട് അടുത്ത് പോകാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് എനിക്ക് അപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം അതിരപ്പള്ളിയായിരുന്നു. ബെസ്റ്റ് വൺ ആയിരുന്നു. ആ ഒരു തീരുമാനം റോങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവിടെ നിന്ന് കിട്ടിയൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഒരു മെൻ്റലി ഒരു റീഫ്രഷ് അത് അവിടെ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. കാരണം ആ ക്ലൈമറ്റിൻ്റെ ആയാലും ആ ഒരു വാട്ടർ വരുന്ന ഒരു എന്താണെന്ന് പറയാൻ തന്നെ വാക്കുകളില്ല, അത്രയ്ക്ക് നല്ല ഫീലായിരുന്നു. അതിൽ എക്സ്പെഷ്യലി എനിക്ക് പറയേണ്ടത് ഈ ഒരു പ്ലേസാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ള റിസോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു വ്യൂ, വാട്ടർ വ്യൂ, അത് ഭയങ്കര റിവർ വ്യൂ ഒരു വാട്ടർ വ്യൂ ഭയങ്കര രസമായിരുന്നു. ഞങ്ങളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത ഒരു ഈവനിങ്. ഞങ്ങൾ അതിരപ്പള്ളിയിൽ നിന്ന് വന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഫുൾ ടൈം ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ രാത്രി ഒരു 6:30 ആയപ്പോഴാണ് റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷായി നിച്ചുവിനെ ഉറക്കേണ്ട സ്റ്റേജൊക്കെ ആയപ്പോൾ നിച്ചുവിനെ ഉറക്കി. പിന്നെ ഡിന്നർ റൂമിലേക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത്. എന്ത് ചെയ്താൽ നൈറ്റ്
റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ റൂമിൽ വന്ന് കിടന്നുറങ്ങി. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ നമ്മൾ വാഴച്ചാലിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ആ റൂം വെക്കേറ്റ് ചെയ്ത് നമ്മുടെ സെക്കൻഡ് ഡേ നമുക്ക് അത്രയും ദിവസം ഉണ്ടായിരുന്നുള്ളൂ റൂം. നമ്മൾ അവിടെ നിന്ന് പോരുവാണ്. അപ്പോൾ ചെക്ക് ഔട്ട് ചെയ്യുവാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു തെയ്യത്തിൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ നിന്ന് പോയി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് പോവാണ്. പോകുമ്പോൾ നേരത്തെ എനിക്ക് കുറച്ച് മിസ്സിങ് തോന്നി. കാരണം നല്ല ദിവസങ്ങളായിരുന്നു അവിടെ. ആ ഒരു ക്ലൈമറ്റ് ആയാലും സർവീസ് ആയാലും എല്ലാം തന്നെ നല്ല രസമായിരുന്നു. അന്ന് ദീപാവലി ആയതുകൊണ്ട് അവിടെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ദീപാവലി ആയിരുന്നു കേട്ടോ. ദീപാവലിയുടെ അന്നാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അത് നേരെ ഞങ്ങൾ വാഴച്ചാലിലേക്ക് പോയി. വാഴച്ചാലിൽ പോയി ടിക്കറ്റൊക്കെ എടുത്തു. റോട്ടിൽ പോണ വഴിക്കുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ. എന്തൊരു വാട്ടർഫോൾ കണ്ടപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങി അതൊക്കെ കണ്ടു. പിന്നെ വാഴച്ചാലെത്തി. നിച്ചു ഹാപ്പി ആയിരുന്നു. നിച്ചു ഓക്കെ ആയി. നിച്ചു മിടുക്കി കുട്ടിയായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വാഴച്ചാൽ എനിക്ക് അതിരപ്പള്ളി തന്നെ ഇഷ്ടപ്പെട്ടത് കേട്ടോ. വാഴച്ചാലിനേക്കാൾ കൂടുതൽ ഒന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വാട്ടർഫോൾ എനിക്ക് അത്ര ഭയങ്കര എന്താ പറയുക, അതിരപ്പള്ളി വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് അത്ര വലിയ രസമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പോണ വഴിക്കും ആ ഒരു വാട്ടർഫോൾ കണ്ടപ്പോൾ അവിടെയും ഒന്ന് ഇറങ്ങി അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തു വെച്ചു കേട്ടോ. എന്തുകൊണ്ടും ഭയങ്കര രസമുള്ളൊരു ട്രിപ്പായിരുന്നു. എനിക്ക് ഭയങ്കര മൈൻഡൊക്കെ ഫ്രഷായിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം എൻ്റെ ഒരു ഡിപ്രഷൻ സ്റ്റേജും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും എല്ലാം മാറി ഞാൻ നല്ലൊരു കൂളായി മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയത്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. ഭയങ്കര രസമായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ മൈൻഡൊക്കെ ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് ഇരിക്കുന്ന ടൈമിൽ എവിടേക്കൊക്കെ ട്രിപ്പ് പോകണമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറയും അതിരപ്പള്ളിയാണ്. അധികം ദൂരമൊന്നും എറണാകുളത്തുള്ളവർക്ക് ഉണ്ടാവില്ല, ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ബാക്കിയുള്ളവർക്കും വന്ന് താമസിച്ച് ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ്, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലം കൂടിയാണ് അതിരപ്പള്ളി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ട് വാഴച്ചാൽ വെച്ച് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അത് ഞങ്ങളൊരു 3:30-4 മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിലേക്ക് എത്തി. അങ്കമാലിയിൽ വെച്ച് ലഞ്ച് കഴിച്ചു. നിച്ചു വണ്ടി കിടന്ന് കുറേ നേരം ഉറങ്ങിയതുകൊണ്ട് പെട്ടെന്ന് എത്തിയിട്ടോ. കാരണം നമുക്ക് അധികം നേരം നിർത്തേണ്ടി വന്നില്ല. നല്ലൊരു യാത്രയായിരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ബൈ ഡിയേഴ്സ്.